അബ്ദുറഹീമിന്റെ ജീവിതം സിനിമയാക്കാനുള്ള ചർച്ചകൾ സജീവമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഈ ചർച്ചകൾ മുന്നോട്ട് വെച്ച ആളുകൾക്കെതിരെ മുന്നറിയിപ്പുമായി സൗദിയിലെ നിയമസഹായ സമിതി രംഗത്തെത്തിയിരുന്നു. ഈ ചർച്ചകളിൽ നിന്നും താൽക്കാലികമായി പിന്മാറണമെന്നായിരുന്നു നിയമസഹായ സമിതിയുടെ പ്രധാന ആവശ്യം. ഇതേ ആവശ്യം തന്നെയാണ് അബ്ദുറഹീമിന്റെ കുടുംബവും നിലവിൽ ഉന്നയിക്കുന്നത്. അബ്ദുറഹീമിന്റെ ജീവനാണ് പ്രധാനം, അല്ലാതെ സിനിമയ്ക്കല്ല തങ്ങൾ നിലവിൽ പ്രാധാന്യം നൽകുന്നത്. റഹീം നാട്ടിലെത്തി ഉമ്മയെ കണ്ട ശേഷം സിനിമയോ സീരിയലോ അങ്ങനെ എന്തിനോടും സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ്. മാത്രമല്ല അബ്ദുറഹീം ഇതിനോട് യോജിക്കുകയും വേണം. റഹീമിന്റെ പിന്തുണ കൂടി ലഭിച്ചാൽ മാത്രമേ ഇത്തരം എല്ലാ നടപടിക്രമങ്ങളോടും തങ്ങൾ യോജിക്കുമെന്നും കുടുംബം പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിലേക്ക് വിവിധ കോണുകളിൽ നിന്നും ഉത്ഭവം ഉണ്ടായത്. അത് മാത്രമല്ല, ഈ സിനിമ വരുമ്പോൾ സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുമെന്ന ഒരു ഭയം കൂടി നിലവിൽ ഉണ്ട്. അത് ഒരുപക്ഷെ റഹീമിന്റെ മോചനത്തെയും കാര്യമായി തന്നെ ബാധിച്ചേക്കാം. 34 കോടി രൂപ കണ്ടെത്തിയാൽ മാത്രം റഹീം ജയിൽ മോചിതനാവില്ല. അവിടുത്തെ നിയമപരമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുക കൂടി വേണം. അതിനിടയിൽ സൗദിയിലെ നിയമവ്യവസ്ഥകളെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ ഈ ജയിൽ മോചനം വൈകും